തിരുവനന്തപുരം ലോ അക്കാദമിയിൽ സംഘർഷം. ചെറിയ വിഷയങ്ങൾ വലുതാക്കി ഞാൻ AISF യൂണിറ്റ് പ്രസിഡന്റാണ്. എന്താണെന്ന് അന്വേഷിച്ച ക്ലാസ്സിൽ കയറി മർദ്ദിക്കുക. ഈ പോലീസിന് ആരോട് അധികാരം കൊടുത്ത്? നാളുകൾ നീണ്ടുനിന്ന തിരുവനന്തപുരം ലോ അക്കാദമി സമരത്തിന്റെ മുന്നണി പോരാളി, നിരാഹാര സമരത്തിലെ പ്രധാനി, പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന്റെ ഇര. നിയമ പഠനത്തിനായി തിരുവനന്തപുരം ലോ അക്കാദമിയിലെത്തിയ പുനലൂർ സ്വദേശി രാഹുൽ രാധാകൃഷ്ണൻ നേരിട്ടത് കൊടിയ പീഡനങ്ങളായിരുന്നു. നമ്മളൊരു വിദ്യാർത്ഥി വിഷയവുമായി ബന്ധപ്പെട്ട് കലാലയത്തിൽ ഒരു ക്ലാസ് ക്യാമ്പയിൻ എടുക്കാൻ വേണ്ടി ആ കലാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പ്രിൻസിപ്പൽ അടക്കമുള്ള കോളേജ് മാനേജ്മെൻറ്റ് ആ ക്യാമ്പയിന് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വിദ്യാർത്ഥികളുടെ, പെൺകുട്ടികളുടെ അടക്കം ഹോസ്റ്റൽ അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ കുടിൽ കെട്ടി സമരം, നമ്മൾ കോളേജിന് പുറത്ത് നമ്മൾ കുടിൽ കെട്ടി അവിടെ നിരാഹാരം അടക്കം അനുഷ്ഠിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. ആ സമരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദിവസം നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ഞാനാണ്. 7 ദിവസക്കാലം നിരാഹാരം കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ സമര പോരാട്ടങ്ങളിലൂടെ കരുത്തു നേടിയ രാഹുൽ ലോ അക്കാദമിയിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ IASFന്റെ പ്രധാനിയായി മാറി. രാഹുലിന്റെ നേതൃപാടവം തിരിച്ചറിഞ്ഞ ASF സംസ്ഥാന നേതൃത്വം രാഹുലിനെ കേരള സർവകലാശാല സെനറ്റ് അംഗമാക്കി. പിന്നീട് രാഹുൽ എത്തിയത് ASF സംസ്ഥാന കമ്മിറ്റിയിലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇവിടുത്തെ എല്ലാം പ്രവർത്തന കരുത്തും നിയമബിരുദത്തിന്റെ പരിജ്ഞാനവും ഇന്റർനാഷണൽ ലോയിൽ LLM ചെയ്യുന്നതിനിടയ്ക്കാണ് രാഹുൽ സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ അടുത്തേക്ക് തിരികെ വന്നത്. ശാന്തസുന്ദരമായി ഒഴുകുന്ന കല്ലടയാറും തൂക്കുപാലവും ജാതിമത വർഗഭേദമന്യേ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന മനുഷ്യരുമൊക്കെ ഉള്ളിടത്തേക്കായിരുന്നു ആ യാത്ര. ഈ കാണുന്നതാണ് പുനലൂർ നഗരസഭയിലെ പവർ ഹൗസ് വാർഡ്. പൈതൃക പെരുമ കൊണ്ടും സാംസ്കാരിക തനിമ കൊണ്ടും പേരുകെട്ട വാർഡ്. കച്ചേരി എന്നാണ് മുൻപ് ഇവിടം അറിയപ്പെട്ടിരുന്നത്. പുനലൂരിലെ CPIയുടെ ആസ്ഥാന മന്ദിരം നിലകൊള്ളുന്ന ഇടം. ഇതിന്റെ അടുത്തു തന്നെയാണ് CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസും. പുനലൂർ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് 350ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഞാൻ പഠിച്ച കോളേജിൽ ഉണ്ടായ ഒരു സമരവുമായി ബന്ധപ്പെട്ടാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അതിനുശേഷം വളരെ സജീവമായി പുനലൂരിലെ പൊതു ഇടങ്ങളിൽ സജീവമായി പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഏറ്റെടുത്ത് നമുക്ക് ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ നഗരസഭയിലടക്കം വിവിധ വിഷയങ്ങൾ, യുവാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെ ഉയർത്തിപ്പിടിച്ച് പുനലൂരിൽ ഒരു സജീവ സാന്നിധ്യമായി കഴിഞ്ഞ കുറേ നാളുകളായി നിൽക്കാൻ സാധിച്ചു. കലിങ്ങുമുകൾ, കോമളംകുന്ന്, തൊളിക്കോട് തുടങ്ങിയ 3 വാർഡുകളുടെ നടുവിലായാണ് പവർ ഹൗസ് വാർഡ്. ഇവിടുത്തെ ജനങ്ങൾ നേരിട്ടിരുന്ന ഒരു വലിയ പ്രശ്നത്തിലേക്കായിരുന്നു രാഹുൽ ആദ്യം കാലെടുത്തു വെച്ചത്. തന്റെ പ്രായത്തിനേക്കാൾ ഏറെ പ്രവർത്തനമുണ്ടായിരുന്ന ഒരു ക്രഷർ യൂണിറ്റ്, നാട്ടുകാരെ മുഴുവനും ഒരുപോലെ നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ക്രഷർ യൂണിറ്റ്. ഇതിന്റെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കാൻ വക്കീൽ കൂടിയായ രാഹുൽ ജനങ്ങൾക്കൊപ്പം മുന്നിൽ നിന്നു. ഒരു ചെറിയ ഒരു യൂണിറ്റ് എന്നുള്ള നിലയിൽ ആരംഭിച്ച ഒരു ക്രഷർ, അത് വലിയ നിലയിൽ നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും വലിയ ലോഡ് കണക്കിന് പാറ ഇവിടെ കൊണ്ടുവന്ന് അത് പൊടിച്ച് ക്രഷ് ചെയ്ത് ഇവിടെ തൊട്ട് സമീപത്തായി വിൽക്കാനുള്ള സാഹചര്യമായിരുന്നു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ ക്രഷറിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചുറ്റുമുള്ള പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സാഹചര്യമായിരുന്നു മുൻകാലങ്ങളിൽ. ഈ പറഞ്ഞതുപോലെ ചുറ്റും എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 4ഓളം പേർക്ക് ക്യാൻസർ അടക്കം വരുന്നൊരു സാഹചര്യം ഉണ്ടായി ഇവിടുന്നുള്ള പൊടിപടലങ്ങളും അതുപോലെ ഇതിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ട്. 33 വർഷം നാടിന് ശാപമോക്ഷം കിട്ടാതിരുന്ന ഒരു ജനകീയ വിഷയത്തിന് രാഹുലിന്റെ നേതൃത്വത്തിൽ പരിഹാരം കണ്ടതിന്റെ സന്തോഷം ഇവിടുത്തുകാർ മറച്ചുവെക്കുന്നില്ല. രാഹുൽ കോടതി വഴി ഇതിന് സ്റ്റേ മേടിച്ച് എല്ലാവരുടെയും സഹായത്തോടുകൂടി തന്നെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി അയാളാണ് മുന്നിട്ട് നിന്ന് ഇത് നിർത്താൻ മുൻകൈ എടുത്തത്. പിന്നീട് നിരവധി ജനകീയ വിഷയങ്ങളിൽ രാഹുൽ ഇടപെട്ട് പരിഹാരം കണ്ടു. അധികാരങ്ങളൊന്നുമില്ലാതെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന യുവാവായ രാഹുൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുകയാണ്. നമ്മുടെ വാർഡിൽ തന്നെ നഗരസഭയ്ക്കടക്കം 36 സെൻറ്റ് സ്ഥലം നിലവിൽ നഗരസഭയുടെ അസറ്റായി തന്നെയുണ്ട്. അവിടെയാണ് ബഹുമാനപ്പെട്ട MLA PS സുബാലിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഫലമായി സഖാവ് KN ബാലഗോപാൽ ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു 2 കോടി രൂപ ടോക്കൺ എമൗണ്ട് വെച്ചുകൊണ്ട് ഒരു റവന്യൂ ടവറിൻ്റെ ഒരു പദ്ധതി, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ദീർഘകാലം പുനലൂർ MLAയും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന K കൃഷ്ണപിള്ളയുടെ കൊച്ചുമകനാണ് രാഹുൽ. പുനലൂർ നഗരസഭയുടെ മുൻ മുനിസിപ്പൽ ചെയർമാനായിരുന്ന K രാധാകൃഷ്ണന്റെയും മുൻ നഗരസഭാ സെക്രട്ടറി ആയിരുന്ന C സുജേതകുമാരി അമ്മയുടെയും ഇളയ മകനാണ് രാഹുൽ രാധാകൃഷ്ണൻ. പുനലൂരിലെ പ്രശസ്തനായ ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് പ്രദീപ് ചന്ദ്രനോടൊപ്പം പ്രാക്ടീസ് ചെയ്യുന്ന രാഹുൽ വ്യക്തമായ മിഷനോടെയും കാഴ്ചപ്പാടോടെയുമാണ് പവർ ഹൗസ് വാർഡിൽ മത്സരിക്കുന്നത്. LDF പാനലിൽ CPI സ്ഥാനാർത്ഥിയായി അരിവാൾ നെൽക്കതിർ അടയാളത്തിലാണ് മത്സരിക്കുന്നത്. ഒരു ഡിജിറ്റലൈസ്ഡ് ലൈബ്രറി ഈ വാർഡിലെ എല്ലാവർക്കും അവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഓൺലൈനായും എല്ലാം നമുക്ക് പുസ്തകങ്ങൾ നമുക്ക് വായിക്കുന്നതിനും ഉള്ള സംവിധാനത്തെ പറ്റിയും
താൻ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും നാടിനെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മുന്നോട്ട് നയിക്കാനും വേണ്ടി CPIയുടെ പുനലൂർ മണ്ഡലം കമ്മിറ്റി അംഗവും പുനലൂർ നഗരസഭയുടെ ആസൂത്രണ സമിതി അംഗവുമായ രാഹുൽ ജയിക്കേണ്ടത് അനിവാര്യമാണെന്ന് വാർഡ് കൗൺസിലർ പ്രിയാപിള്ളയും പറയുന്നുണ്ട്. വിവിധ റോഡുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഒന്ന്, നമ്മളെ നിൽക്കുന്ന ജലധാര റോഡ്, നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടി ആളുകൾ അനുഭവിച്ച ഒരു കാലമുണ്ടായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ ഐറിഷ് ഉൾപ്പെടെ ചെയ്തുകൊണ്ട് ഈ റോഡിനെ നല്ല രീതിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു, MLAയുടെ ഫണ്ട് ഉപയോഗിച്ച്. അതുപോലെ തന്നെ നമ്മുടെ വാർഡിൽ റോഡില്ലാത്ത ഒരു ഭാഗമുണ്ടായിരുന്നു, മണ്ണുവയൽ ഭാഗത്ത്. ഒരു പുതിയ റോഡ് തന്നെ വെട്ടി നമുക്ക് അവർക്ക് സമ്മാനിക്കാൻ സാധിച്ചു. അത് ഒരു വലിയൊരു അഭിമാനമായി കരുതുന്നു. അഡ്വക്കേറ്റ് രാഹുൽ രാധാകൃഷ്ണൻ ഈ വാർഡിൽ നിങ്ങളുടെ ജനസമ്മതിയോടുകൂടി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ഞാൻ തുടങ്ങി വെച്ച ഒരുപാട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. എല്ലാ ജനങ്ങളിലും, എല്ലാ തട്ടിലുള്ള ജനങ്ങളുമായും അദ്ദേഹം ഇഴുകിച്ചേർന്ന ഒരു വീട്ടിലെ ആ വീട്ടിലെ അംഗത്തെ പോലെ അവരുടെ മകനായും അനുജനായും ഒക്കെ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു യുവത്വമാണ് രാഹുൽ രാധാകൃഷ്ണൻ. അപ്പൂപ്പനും അച്ഛനും പ്രതിനിധീകരിച്ച പവർ ഹൗസ് വാർഡിൽ നിന്നും ജനവിധി തേടുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസമാണ് രാഹുലിനുള്ളതെന്ന് രാഹുലിന്റെ വാക്കുകളിലും വാർഡിലും കാണാനും കേൾക്കാനും കഴിയും. പുതിയ കാഴ്ചപ്പാടുകളും പുതിയ സാങ്കേതിക വിദ്യയും പ്രയോജനപ്പെടുത്തി രാഹുലിനെ പോലുള്ള യുവാക്കളിലൂടെ ഭരണചക്രം തിരിച്ച് ജനോപകാരപ്രദമാകുന്ന പദ്ധതികൾ ഉണ്ടാകട്ടെ. ഒപ്പം ജനാധിപത്യത്തിന്റെ നല്ല ശ്രീകോവിലേക്ക് രാഹുലിനെ പോലുള്ള യുവാക്കളിലൂടെ യുവജനങ്ങൾ കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.